ഇന്ന് നിങ്ങളിലുള്ള നിങ്ങളുടെ വീട്ടിലെ ഒരാളായി മാറിയ തങ്ങൾ ഇതുപോലൊരു സ്ഥാനാർത്ഥി നമുക്ക് കിട്ടാനുണ്ടോ? കോട്ടക്കൽ കിട്ടിയൊരു വലിയൊരു നിധിയായിട്ടാണ് തങ്ങളെ നമുക്ക് കാണുന്നത്. അതുപോലെ കോട്ടക്കലെ വികസന പ്രവർത്തനങ്ങൾ മറ്റ് MLA-മാർക്കൊക്കെ അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്ന് തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ ഈ കോട്ടക്കലിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും നടപ്പാക്കാനും കഴിഞ്ഞ ആളുകൾ, അതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റികളിൽ ചെയർമാൻ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന ചെയർപേഴ്സന്മാർ, ഇപ്പോഴത്തെ ചെയർമാൻ നാസർ അടക്കമുള്ള, കഴിഞ്ഞ ചെയർമാൻ നമ്മൾ അഷറഫ് അമ്പലത്തിലടക്കമുള്ള ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഈ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇക്കഴിഞ്ഞ 3 മാസം അമീത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായ ആ ഒരു കൊടുങ്കാറ്റ്, ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റ് കോട്ടക്കലെ ഓരോ പഞ്ചായത്തിലെയും ജനപ്രതിനിധികളെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. അതിൻ്റെ തുടർച്ചയായി നമ്മുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നേരത്തെ ഇഫ്തിക്കാരത്തും ഞാൻ വരുമ്പോൾ പ്രസംഗിക്കുന്നത് കേട്ടു, നമുക്കൊരു MLA മാത്രമല്ല, സത്യമാണ്, ഒരു MLA മാത്രമല്ല ഈ മണ്ഡലത്തുണ്ടാകുന്നത്, കോട്ടക്കിലേക്ക് നല്ല ഒരു മന്ത്രിയെ കിട്ടാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത്. കാര്യം സംശയമില്ല. കാരണം ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ തങ്ങൾ ഈ ഒരു എല്ലാ പോസ്റ്റിൽ ഇരിക്കുന്നത് കാണാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊരു സംശയമില്ലാതെ തങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനം നമ്മളൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ, നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പിൽ കുറച്ച് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മറ്റ് തിരഞ്ഞെടുപ്പ് ഒരുപാട് ദിവസങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ കുറച്ച് ദിവസം കിട്ടുമ്പോൾ നമ്മുടെ ആളുകൾ ഇനിയുള്ള ദിവസങ്ങൾ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് താഴെത്തട്ടിൽ ബൂത്ത് തലങ്ങളിൽ നമ്മുടെ വീടുകളിൽ കിടന്ന വോട്ടുകൾ മുഴുവൻ കൊണ്ടുവന്ന് പോൾ ചെയ്യിക്കാനും നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ നല്ല ഭൂരിപക്ഷം വിജയിപ്പിക്കാനുമുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടത്.